വന്നു. ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ തിരികെ പോയി. ആദ്യമായിട്ടാണ് കുഞ്ഞുങ്ങളെ ഇട്ടേച്ച് വരുന്നത്. അതുകൊണ്ട് ഞാൻ എളുപ്പം 4 മാസം കഴിഞ്ഞപ്പോൾ ഒരു മാസത്തെ അവധി എടുത്ത് ഓടിപ്പോയി. അവിടെ ചെന്ന് എന്റെ ഭവനത്തില് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ഞങ്ങളുടെ ഭവനം. ഞങ്ങളുടെ മുറ്റത്തൊരു സാധനം കിടന്നാൽ പിറ്റേ ദിവസത്തേക്ക് അത് കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന ഒരുപാട് ബേരിയേഴ്സൊക്കെ ഉണ്ട്. എല്ലാവരും വന്ന് എല്ലാം പുറത്തെടുത്തോണ്ട് പോകും. ഞങ്ങൾ രാത്രിയിലെ കുറ്റപ്പെടയിൽ എന്റെ വീട്ടിലെ രാത്രി പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരുവല്ലായി വന്ന് കിടന്ന് ഉറങ്ങി. ഉറക്കത്തിലൊരു നല്ല ഒരു 1:30 മണിയായപ്പോ എന്നെ ഒരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്. എഴുന്നേറ്റ് കഥ കടക്കുക. ഞാൻ അന്നേരം ഓർത്ത് ദൈവം ഞാൻ എന്ത് കേട്ടത്. ഞാൻ പിന്നെ ഒന്ന് മയങ്ങിപ്പോയി. മോളെ എഴുന്നേറ്റ് കഥ കടക്കുക. ഞാൻ അന്നേരം എഴുന്നേറ്റ് എന്റെ ആങ്ങളെ അങ്ങേപ്പുറത്തെ മുറി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവൻ കിടന്ന് കൂർക്കം വലിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളൊക്കെ കിടന്ന് ഉറങ്ങുന്നു. ഞാൻ എളുപ്പം വെളിയിലത്തെ ലൈറ്റ് ഇട്ട് ഞാൻ എന്റെ ആങ്ങളെ വിളിച്ചു. ഒന്ന് എഴുന്നേറ്റ് മോനെ, കഥവ് തുറന്നു കിടക്കുവാണോ? ആരാണ് എന്നോട് പറഞ്ഞു മോളെ എഴുന്നേറ്റ് കഥ കിടക്കാനെന്ന്. ഞങ്ങൾ എളുപ്പം വെളിയിലോട്ട് ചെന്നപ്പം ഞങ്ങളുടെ ഊണുമുറിയുടെ കഥ ഇങ്ങനെ തുറന്ന് കിടപ്പുണ്ട്. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ദൈവം ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നല്ലോ എന്റെ ദൈവമേ എന്ന് ഓർക്കുവാനും ദൈവത്തെ സ്തുതിപ്പാനും എഴുന്നേറ്റ് ഞങ്ങൾ കഥ അടച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, അവിടെ നമുക്ക് സ്വർണ്ണമൊന്നും വീട്ടിലില്ലെങ്കിലും വീട്ടിനകത്ത് കയറിയാല് എന്തെല്ലാം സാധനങ്ങൾ എടുത്തോണ്ട് പോകാനുണ്ട്. ദൈവം ഞങ്ങളെ സൂക്ഷിച്ചതിനായി സ്തോത്രം. രണ്ടാമതൊരു കാര്യം, ഇവിടെ കടന്നു വന്നു കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനായിട്ട് പ്രയാസമുള്ള ഒരു സമയമായിരുന്നു. 2 പ്രാവശ്യം വിസയ്ക്ക് വേണ്ടി പോയി. അവർ റിഫ്യൂസ് ചെയ്തു. 3ാമത്തെ പ്രാവശ്യം പോകാനായിട്ട് ഞാനിങ്ങനെ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തലേ ദിവസം പോയിട്ട് കിട്ടിയില്ല. അന്നേരം ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ശബ്ദം, കർത്താവിന്റെ ഒരു ശബ്ദം കേൾപ്പിച്ചു. 7 ദിവസത്തിനകം വിസ കിട്ടും. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റു. എനിക്ക് ഈവനിംഗ് ഡ്യൂട്ടി ആയിരുന്നു. ഞാൻ കിടന്നൊന്നും ഉറങ്ങുകയായിരുന്നു. രാവിലെ അച്ഛനും അച്ഛൻ ഞങ്ങളുടെ താമസിക്കുന്നുണ്ട്, എന്റെ കസിൻ. അവര് ജോലിക്ക് പോയി. ഞാൻ അങ്ങേപ്പുറത്തും ഇങ്ങേപ്പുറത്തും നോക്കി, ആരുമില്ലല്ലോ. ഞാൻ എവിടുന്നായി ശബ്ദം കേട്ടത്? 7 ദിവസത്തിനകം വിസ കിട്ടും. ഞാൻ അന്നേരം ശബ്ദം കേട്ടപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇത് നീ എന്നോട് സംസാരിച്ചതാണെങ്കിൽ എനിക്ക് വചനം തരണമെന്ന് പറഞ്ഞു. ഞാൻ ദൈവവചനം എടുത്തു. എനിക്ക് യെശയ്യാ പ്രവചനന്റെ പുസ്തകത്തില് ഹല്ലേലൂയ വാക്യം തന്നു. ആമേൻ, ഞാൻ നിനക്ക് മുന്നമേ കടന്നു ചെന്ന് അടഞ്ഞിടക്കുന്ന വാതിലുകളെ തുറന്ന് ഇരുമ്പോടാമ്പലുകളെ തകർത്ത് ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരുമെന്ന്. ഞാനത് വായിച്ച് ഞാൻ ബലപ്പെട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്കിത് പോരാ. ഇതിന്റെ ശബ്ദമാണെങ്കിൽ എനിക്ക് ഒരു വചനം കൂടെ തരണം. ഞാൻ പലപ്പോഴും വായിച്ച് വിട്ടുപോയിട്ടുള്ളതാണ്. സഭാപ്രസംഗി 8:5. ആമേൻ, ഒരു സംസ്ഥാനത്തിൽ ദരിദ്രനെ പീഡിപ്പിക്കുന്നത് കാണുമ്പോൾ നീ ലജ്ജിച്ചു പോകരുതേ. ഉന്നതന് മീതെ ഒരു ഉന്നതനും അവന് മീതെ ഒരു അത്യുന്നതനും ജീവിക്കുന്നു. ആ വാക്യം എന്നെ സ്ട്രൈക്ക് ചെയ്ത് എന്നോട് സംസാരിച്ചു. ഇത് ഈ കുവൈറ്റ് പട്ടണത്തിലെ ആമേൻ, ദൈവത്തിന് സ്തോത്രം. അന്ന് വാസ്തവത്തിൽ അത് ശമ്പളം കുറവുള്ളവർക്ക് വിസ കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. 650 ദിനാർ 2 പേർക്കും കൂടെ വേണമായിരുന്നു. ഞങ്ങൾക്ക് ഒരു 20 ദിനാറിന്റെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കിട്ടാതിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അത് ശബ്ദം കേട്ട അച്ഛനെ വിളിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ കടന്നുപോയി. അവിടെ ചെന്നപ്പോ എല്ലാരും പറഞ്ഞു എല്ലാരെയും ഓടിക്കുക, അങ്ങോട്ട് അടുപ്പിക്കുന്നില്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, നിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നു. ഞാൻ ആരെ പോയി കാണണം എന്നെനിക്ക് നീ കാണിച്ചു തരണം. അപ്പൊ ഞാൻ അവിടെ നിന്നപ്പം പോലീസുകാരൊക്കെ എല്ലാരെയും ഓടിക്കുക. അപ്പൊ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, അങ്ങേപ്പുറത്തെ ബിൽഡിങ്ങില് ഒരു മുതിരുണ്ട്, അവിടെ പോയി ആളെ കാണാൻ. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ അപ്പോയിന്റ്മെന്റ് എടുത്തേച്ച് വന്നിരിക്കുന്നവരാണ്. അപ്പൊ ഇന്ന് തരുന്ന അപ്പോയിന്റ്മെന്റ് ഒരാഴ്ച കഴിഞ്ഞ് വരാനെന്നാ പറയുന്നത്. കർത്താവ് പറഞ്ഞത് ഒരാഴ്ചക്കകം കിട്ടുമെന്ന്, 7 ദിവസം. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവമേ, അവിടെ ചെന്നിങ്ങനെ നിന്നപ്പോ എന്നോട് പലരും ചോദിച്ചു അപ്പോയിന്റ്മെന്റ് എടുത്തോണ്ടാന്ന് വന്നെന്ന്. ഞാൻ പറഞ്ഞു, സ്തോത്രം പറഞ്ഞിട്ട് അവിടെ നിന്നു. ആദ്യം എന്നെ അങ്ങോട്ട് വിളിച്ചു. ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുകയും ഈ മുതിർ ഒരു ടെലിഫോൺ അങ്ങോട്ട് അടിക്കുന്നു. ആ ടെലിഫോൺ എടുത്ത് അതിനകത്ത് അങ്ങ് അട്ടഹസിച്ച് ചിരിച്ച് ഞാൻ പേപ്പർ അങ്ങോട്ട് വെച്ചപ്പോൾ അയാള് ഒന്നും നോക്കാതെ ഒരു സൈനിക്ക് തന്നു. രാജാവിന്റെ ഹൃദയം നീർത്തോട് കിടക്കയാക്കുന്ന നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്. ഈ സിഗ്നേച്ചറുമായിട്ട് ഞാൻ കടന്നു ചെന്നപ്പോൾ ആ എൻട്രൻസിലെ ആ ഡോക്ടർ പറഞ്ഞു, അതാ കബീർ വാസ്ത, ഇതൊരു വലിയ വാസ്തയാണല്ലോ. ഞാൻ അവിടെ നിന്നോട് പറഞ്ഞു, അതാ മിൻ ഫോക്ക്, ഇത് ദൈവത്തിന്റെ മേളിൽ നിന്നുള്ള വാസ്തയാന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് 7 ദിവസത്തിനകം വിസ കിട്ടുവാൻ കർത്താവ് സഹായിച്ചു. ദൈവനാമത്തിന് വേണ്ടി ഞാൻ പറഞ്ഞേണ്ടിരിക്കുന്നു.